നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺ പ്ലസ് ടുവിന്, പ്രത്യേകിച്ച് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസും ഇക്വേഷൻസും പഠിക്കാനുള്ള വേറെ ഒരു വിഷയമല്ല, ഫിസിക്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസും ഇക്വേഷൻസും പഠിക്കാനുള്ളത്. ഈ ഡെറിവേഷൻസ് പഠിക്കുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജാണ്, നമുക്ക് വായിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലുള്ള ഇഷ്ടം പോലെ മെസ്സേജാണ്. ഡെറിവേഷൻസ് മറന്നു പോകുന്നു എന്ന് പറയുന്ന മെസ്സേജാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് ഡെറിവേഷൻസ് ഫിസിക്സിൽ പഠിക്കാനുണ്ടോ അന്ന് മുതലെല്ലാം ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്നതിനാണ്. കാരണം എല്ലാവരും ഡെറിവേഷൻസ് മറന്നു പോകും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഡെറിവേഷൻസ് ഒരിക്കലും നമ്മൾ വായിച്ച് പഠിച്ചിട്ട് നമ്മൾ പോയി പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്താ വന്നാലും മറന്നു പോകും. നല്ല ശതമാനം ഡെറിവേഷൻസ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ മറന്നുപോയാൽ നമുക്ക് മുഴുവൻ മാർക്കും പോകും. ഒറ്റ കാര്യം നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്താൽ ഈ ഡെറിവേഷൻസ് പക്ക ഓർത്തിരിക്കും, മറക്കത്തില്ല. എന്തായാലും പരീക്ഷ കഴിയുന്നവരെ മറക്കത്തില്ല. ഇപ്പം പ്ലസ് ടുക്കാരാണെങ്കിൽ പ്ലസ് ടുവിന് മാർച്ച് 1-ാം തീയതിയാണ്. മാർച്ച് 1-ാം തീയതി പരീക്ഷ കഴിയുന്നവരെ ഇന്ന് മുതൽ നിങ്ങളിത് ചെയ്താൽ, ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡെറിവേഷൻ പഠിക്കുക. ഇപ്പം ഗോസസ് തിയറം, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുന്നു. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ എഴുതി പഠിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു ഡെറിവേഷനിലോട്ട് പോകുമെന്ന് വയ്ക്കുക. ഇപ്പം ബയോട്ട് സാമാഴ്സലോയുടെ സർക്കുലർ ലൂപ്പ് പഠിക്കുന്നു. അതിനുശേഷം ഗോസസ് തിയറം ഒന്നുകൂടെ എഴുതി നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കും. കാരണം നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റും. അങ്ങനെ എഴുതി നോക്കി, ഇത് ഒരെണ്ണം പഠിച്ചിട്ട് മറ്റേ ഒന്നുകൂടെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മറക്കത്തില്ല. അത് ഉറപ്പാണ്. നമ്മുടെ സമയവും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു 15 മിനിറ്റ് വേണ്ട ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതി തരാം. രണ്ട് കാര്യങ്ങളാണ്. ഒരിക്കലും ഡെറിവേഷൻസ് മറക്കത്തില്ല. രണ്ട്, നമുക്ക് സമയം ലാഭം. അത് വലിയൊരു കാര്യമാണ്. അരമണിക്കൂർ കൊണ്ട് എഴുതി തരേണ്ടത് 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുതി തീരാനും പറ്റും. ഈ രണ്ട് ഗുണങ്ങൾ ഇതുകൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനകത്തൊരു ഷോർട്ട് കട്ട് ഇല്ല. അല്ലാതെ പ്രത്യേകിച്ച് ഓർത്തിരിക്കാനുള്ള ആയുർവേദ മരുന്നോ ഒന്നും കഴിച്ചാലൊന്നും ഓർത്തിരിക്കത്തില്ല. ആയുർവേദ മരുന്നിൻ്റെ പേര് പോലും നമ്മൾ മറന്നു പോകും. അന്നേരം അതൊന്നും നിങ്ങൾ നോക്കണ്ട, അങ്ങനെയുള്ള പരിപാടികളൊന്നും നോക്കണ്ട. ഇതാണ് ബെസ്റ്റ്. ഏത് ഡെറിവേഷൻ ആയാലും നിങ്ങൾ അതുപോലെ വൃത്തിയായിട്ട്, നമ്മൾ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അച്ഛനെയും അമ്മയും ടീച്ചർമാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ നിങ്ങൾ പഠിക്കുന്നവരെ അത് എഴുതി പഠിക്കുക, നല്ല ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. എന്നിട്ട് അടുത്ത ഡെറിവേഷൻ വരുമ്പം തൊട്ടടുത്ത് നോക്കുക. ഇങ്ങനെ ഡെറിവേഷൻസ് ഇങ്ങനെ ചെയിൻ പോലെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ പഴയതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് എഴുതി പോയിക്കഴിഞ്ഞാൽ, ഇതാണ് ചരിത്രം പറഞ്ഞേക്കുന്ന മറക്കാത്ത മാർഗം, നമ്മുടെ മെമ്മറി കൂട്ടാനുള്ള ഏക മാർഗം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ സൂപ്പറാണ്. ചെയ്ത് നോക്കിയോ, റിസൾട്ട് കിട്ടിയിരിക്കും. മാഷാണ് പറയുന്നത്. സംശയം ഇതിനുവേണ്ടി ഇച്ചിരി കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. കഷ്ടപ്പെട്ടാലേ ഇഷ്ടമുള്ളത് നമുക്ക് നേടാൻ പറ്റും, അല്ലേ? നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.